ബസ്സുകളൊന്നും ഒരു ഓർഡറില്ലാതെ വന്നിട്ട് നടക്കാൻ പോലും സ്ഥലമല്ല, അത്രയ്ക്കും ബസ്. അസ്സലാമു അലൈക്കും, നമസ്കാരം എവ്രിവൺ ആൻഡ് വെൽക്കം ടു ദ ചാനൽ. സോ ഇന്നത്തെ നമ്മളുടെ യാത്ര മൈസൂരിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മളിന്ന് മൈസൂർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂർ ടൗണിലാണ്. ഇവിടെ രാവിലെ ഊട്ടിയിൽ നിന്ന് 7 മണിക്ക് എടുത്തിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ് ഇവിടെ 8 മണിക്ക് എത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നെ ബസ്സിനാണ് ടിക്കറ്റൊന്നും മുൻകൂട്ടി ബുക്ക് ചെയ്യാത്ത ഒരു അടിച്ചു പിടിച്ച് കയറിയിട്ടുള്ള ഒരു യാത്രയാണ്. അതായത് സാധാരണ ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് മൈസൂർ വരെ പോയിട്ട് പിന്നെ മൈസൂരിൽ നിന്ന് പിന്നെ പ്ലാൻ ചെയ്യാനാണ്. മൈസൂർ വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇടയിലൊരു സ്റ്റോപ്പ് മൈസൂർ ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ബസ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിലാണ്. ബസ് ഇപ്പോൾ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ അതിൽ കയറി പോകാം. കർണാടക KSRTC സാരിക ബസ്സിൽ പോകാനാണ് തീരുമാനം. വേണ്ടി വെയിറ്റിംഗ് ആണ്. സമയം ഇപ്പോൾ 8 മണിയായി. വരാൻ സാധ്യതയുണ്ട്, നോക്കാം. ബസ്സുകളൊക്കെ കുറവാണ്. ഇവിടെയാണ് ബസ് നിൽക്കുക, ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ബസ്സുകൾ. പക്ഷേ മൈസൂർ ബാംഗ്ലൂർ പോകുന്ന ബസ് വന്ന് റോഡിൻ്റെ ആ സൈഡിൽ അവിടെ നിൽക്കും. ഈ സൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നത്. കാരണം ബസ് വരുന്ന സമയത്ത് സാധാരണ ഇവിടെ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ ഞാനും തന്നെ ഇന്ന് സീറ്റൊന്നും ബുക്ക് ചെയ്യാതെ പോകുന്നതുകൊണ്ട് ബസ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ടാലൻറ്റ് പോലെ ഇരിക്കും നമുക്ക് സീറ്റ് കിട്ടുന്നതും കിട്ടാത്തതൊക്കെ. ഇതാണ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യാതെ പോകുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ബസ് വരുമ്പോൾ നോക്കാം. അറിയില്ലേ, ആദ്യത്തെ ഒരു ബസ് വന്നിട്ട് നമുക്ക് അതിൽ കയറാൻ പറ്റിയില്ല. ഇപ്പോൾ രണ്ടാമതൊരു ബസ് വരുന്നുണ്ട്. അത് ആദ്യം വന്ന് മൈസൂരായിരുന്നു. രണ്ടാമത് വന്നത് പിന്നെ മടിക്കേരി, മൈസൂർ പോകുന്നത് തന്നെയാണ്. ഇതിന് കയറിയല്ലോ എന്ന് ആലോചിക്കണം. നോക്കാം, റഷാണെങ്കിൽ ഇതന്നെയാണ് അവസ്ഥ. അത് കൊഞ്ചം തുറക്കും പിടിക്കുമ്പോൾ ഞാനവിടെ സീറ്റ് പിടിച്ചു ശേഷമായിരുന്നു സീറ്റ് കഴിച്ച്. ഈ വണ്ടിക്കാണ് നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോണത്. നേരെ മൈസൂർ സാരിക ബസ്. സീറ്റ് ഇട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇതിൽ കുറേ ആൾക്കാർ സീറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കയറാൻ പറ്റുമെന്ന് തോന്നില്ല. ഫ്രീ ഉണ്ടെങ്കിൽ ഇരിക്കാം. ഇത് മൈസൂർ മടിക്കേരി പോകുന്ന ബസ്സാണ്. ബാംഗ്ലൂർ ബസ് വന്നിട്ടില്ല. അതാണ് ഏതായാലും മൈസൂർ വരെ ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ കഴിയുന്നത്. ഇപ്പോൾ സമയം 8:45. എന്തായാലും ഒരു 12:30 ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് മൈസൂരെത്തും. നോക്കാം. ബസ് കൂടുതൽ ബസ് സ്റ്റാൻഡിൽ കൃത്യം 8:55 പുറപ്പെട്ടു. പക്ഷെ നമുക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിലാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത്. നല്ല റഷാണ് ബസ് ഫുള്ളായിട്ട്. അപ്പോൾ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വിൻഡോ സീറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ബസ് പുറപ്പെട്ട് ഗൂഡല്ലൂർ ടൗൺ വന്നിട്ട് ഇനി ഇവിടുന്ന് ജസ്റ്റ് 110 കിലോമീറ്റർ ചെല്ലുമ്പോൾ മൈസൂരെത്തും. ഇടയിൽ നമുക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഞാൻ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ടിക്കറ്റ് എടുത്തു 121 രൂപ ഗൂഡല്ലൂർ ടു മൈസൂർ.
ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു 60 കിലോമീറ്റർ ഒന്ന് ഗുണ്ടൽപേട്ടിലെത്തി. ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ നിന്നാണ് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറുന്നത്. ബസ് ഇവിടെ ഒരു ടീ ബ്രേക്കാണ് കേട്ടോ. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തൂടെ ഒരു ഹോട്ടലുണ്ട്, ശ്രീ ഗുരു രാഘവേന്ദ്ര ഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടല്. ഇത് അതിൻ്റെ അകത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് മൈസൂരിലേക്ക് ഇഷ്ടംപോലെ ബസ് ഉണ്ടാവും. ഇത് നമ്മുടെ വന്ന ബസ്സാണ്, മൈസൂർ ബസ്. മൈസൂർ പോകുന്ന ബസ്സുകൾ ഇതിൻ്റെ അകത്തേക്ക് കയറില്ല. ഇവിടെ ലോക്കലിൽ ഇവിടെ പുറത്തേക്ക് പോകുന്ന വില്ലേജിലേക്ക് പോകുന്ന ഒരുപാട് ബസ്സുകളുണ്ടാവും ഈ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിൽ. അതൊക്കെ ഇവിടെ ഇതിൻ്റെ അകത്തുണ്ടാവും അല്ലേ. ഇതൊക്കെ ഇവിടെ ലോക്കലിൽ പോകുന്ന ബസ്സുകളാണ്, മൈസൂർ ബസ്സുകൾ. അവിടുത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ, അതൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആളുകളാണ്. പിന്നെ നമുക്ക് പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ഈ ഗുണ്ടൽപേട്ടിൻ്റെ പരിധിയിൽ ഒരുപാട് കാർഷിക ഗ്രാമങ്ങളുണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ഒരു ദിവസം ഇതേപോലത്തെ ബസ്സിൽ പോയിട്ട് നമുക്കൊരു ദിവസം ആ വില്ലേജുകളൊക്കെ കാണണം. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ഇൻറ്റീരിയർ ആയിട്ടുള്ള വില്ലേജുകൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോകും. ഇപ്പോൾ ഇവിടെ കർണാടക സാരിക ബസ്സുകളാണ് ഇവിടെ കൂടുതലുള്ളത്, ഈ കാണുന്നതൊക്കെ. നമുക്ക് നേരെ ഇനി ഞാൻ ചായ ഒന്നും കുടിക്കുന്നൊന്നുമില്ല, കാരണം ഞാൻ വീട്ടിൽ നിന്ന് നന്നായിട്ട് കഴിച്ചിട്ടാണ് വന്നത്. ഇനി മൈസൂർ ചെന്ന് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ ബസ് പോകുന്നതാണ്, ഇത് മലപ്പുറത്ത് നിന്ന് വരുന്നതാണ്. മലപ്പുറം മൈസൂർ മടിക്കേരി. മൈസൂർ പോയിട്ട് അവിടെ നിന്ന് മടിക്കേരി പോകും. നമ്മുടെ ബസ് ഇതാണ്. ഇത് ഊട്ടി ടു മടിക്കേരി പോകുന്ന ബസ്സാണ് നമ്മൾ വന്നത്. അതിനകത്ത് കറക്റ്റ് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചു. ഇനി ഇവിടുന്ന് ബസ് ഫ്രീ ആയിരിക്കും. ബസ് പോകാൻ കുറേ സമയമുണ്ടെന്ന് തോന്നുന്നു. ഞാനൊരു മദ്ദൂർ വട മേടിച്ചു. ഇത് ഇവിടുത്തെ കർണാടകയിൽ വന്നൊരു ഫേമസ് സാധനമാണ്. ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് മദ്ദൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ആ സ്ഥലത്തിൻ്റെ പേരാണ്, പക്ഷേ ഇത് അവിടുത്തെ ഫേമസ് സാധനം തോന്നുന്നു മദ്ദൂർ വട. ഇവിടെ വരുമ്പോൾ ഒക്കെ ഇടയ്ക്കൊന്ന് വാങ്ങുന്നത്. സമയം 10:45. ഗുണ്ടൽപേട്ടിൽ നമ്മൾ പുറപ്പെട്ടു. ഇവിടുന്ന് മൈസൂർ 57 കിലോമീറ്റർ ദൂരം, 57 കിലോമീറ്റർ ഓൺലി. പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടൗൺ എന്ന് പറഞ്ഞത് നെഞ്ചങ്കോട് എന്ന് പറഞ്ഞൊരു ടൗൺ. അത് കഴിഞ്ഞാൽ മൈസൂരാണ്. ഗുണ്ടൽപേട്ട് എത്തിയതോടെ ബസ്സിൽ ആൾ കുറഞ്ഞു. കൂടുതലൂർ ഊട്ടി ഭാഗത്തുനിന്ന് റഷ് ഗുണ്ടൽപേട്ട് വരെ മാത്രമാണ്. ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൈസൂരിലേക്ക് ഒരുപാട് ബസ്സുകളുള്ളതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല, ഫ്രീ ആയിരിക്കും, സീറ്റ് ഉണ്ടാവും.
നമ്മൾ നെഞ്ചൻകൂട് എത്തി. ഗുണ്ടൽപേട്ട് മൈസൂരിൻ്റെ ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു നെഞ്ചൻകൂട് ടൗൺ ബാക്കിലാണ് കഴിഞ്ഞു. ഇവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അതായത് മൈസൂരിൽ നിന്ന് ഉള്ള റെയിൽവേ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ വയനാട് വഴി വരുന്ന റെയിൽവേ ഇതുവഴി ഈ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനായിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നിലമ്പൂർ റോഡ്, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഈ നെഞ്ചൻകൂട് റെയിൽവേ സ്റ്റേഷൻ വരെയാണ് റെയിൽവേ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെഞ്ചൻകൂട് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് മൈസൂരിലേക്ക് ഒരു 10-22 കിലോമീറ്റർ, 25 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അത്ര അടുത്താണ്. അങ്ങനെ നമ്മൾ മൈസൂർ സിറ്റിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ കർണാടക. അവസാനം മൈസൂരെത്തി. മൈസൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. ബസ്സുകളൊന്നും ഒരു ഓർഡറില്ലാതെ വന്നിട്ട് നടക്കാൻ പോലും സ്ഥലമല്ല, അത്രയ്ക്കും ബസ്.
നമ്മൾ ഈ യാത്രൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ മൈസൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ യാത്ര ഈ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇനി വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.